അപ്പോൾ ഹായ് കൂട്ടുകാരെ, 2024 നടന്ന SSLC ഫൈനൽ എക്സാമിനേഷന് ചോദിച്ച നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യുലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് അജയ് ഈസ് 10 years ഓൾഡർ ദാൻ രേണുക. അപ്പൊ രേണുകയെക്കാട്ടിലും 10 വർഷം പ്രായക്കൂടുതലുണ്ട് അജയ്ക്ക്. ഓക്കെ, അപ്പൊ രേണുകയുടെ വയസ്സ് തരാത്തതുകൊണ്ട് നമ്മൾ ചോദ്യത്തിൽ പറയുന്നുണ്ട് അല്ലെ, ടേക്കിംഗ് ദ ഏജ് ഓഫ് രേണുക ആസ് എക്സ്. രേണുകയുടെ വയസ്സ് എക്സ് ആയിട്ട് എടുത്താൽ അജയുടെ വയസ്സ് ഈ രേണുകയുടെ വയസ്സിനെക്കാട്ടിലും 10 വർഷം കൂടുതലാണ്. അതായത് x+10 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജസ് ഈസ് 144. ഇവരുടെ പ്രോഡക്റ്റ് 144 12. അപ്പൊ എനിക്ക് തോന്നുന്നു രേണുകയ്ക്ക് 7 വയസ്സും അജയ്ക്ക് 17 വയസ്സും അങ്ങനെ ആയിരിക്കണം റിസൾട്ട് കിട്ടുന്നത്. പെട്ടെന്ന് മൈൻഡ് ഒരു കാൽക്കുലേഷൻ നടത്തി ഞാൻ പറഞ്ഞതാണ്. ശരിയാണോ എന്നറിയില്ല, നമുക്കൊന്ന് നോക്കാം ശരിയാണോ അല്ലയോ എന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഓക്കെ, നോക്കുക ഇവരുടെ ഏജുകളുടെ പ്രോഡക്റ്റ്. അപ്പൊ എക്സ്, ഇത് എ ചോദ്യമാണ്. എന്താണ് രേണുകയ്ക്ക് എക്സ് എന്ന് കൊടുത്താൽ അജയ്ക്ക് x+10. ഇനി ബി ചോദ്യമാണ്, അവരുടെ ഏജ് കണ്ടുപിടിക്കുവാണ്. എന്താണ് ഇവരുടെ പ്രോഡക്റ്റ്. ഇവരുടെ പ്രോഡക്റ്റ് 144 ആണെന്ന് പറഞ്ഞു. ഏജുകളുടെ പ്രോഡക്റ്റ് 144 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലെ, x × x+10 = 144. അകത്തോട്ട് ഗുണിക്കുന്നു, x² + 10x = 144. നമ്മളിത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ ഫില്ലിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കുക. 10ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5 കിട്ടും. അപ്പൊ ആ 5ന്റെ സ്ക്വയർ കൊണ്ട് സമത്തിന് അപ്പുറം ഇപ്പുറം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോ അപ്പൊ ശരിയായിരിക്കും. 12 13. ഓക്കെ, 13 വരുമ്പോ 8. രേണുകയ്ക്ക് 8ഉം മറ്റേക്ക് 18ഉം ആയിരിക്കണം. 144 വെച്ചിട്ടാണ് 7ഉം 17ഉം പറഞ്ഞത്. സോ 8ഉം 18ഉം ആയിരിക്കണം ആൻസർ. നോക്കുക, ഇവിടുത്തെ x² നിന്ന് x കൊടുക്കുക, 5ന്റെ സ്ക്വയറിൽ നിന്ന് 5 കൊടുക്കുക, 10ന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പൊ x+5 2 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 വരും അല്ലെ. 144ഉം 25ഉം കൂടെ കൂട്ടിയാൽ 169 കിട്ടും. ശരിയല്ലേ? ഈ 169 എന്തിന്റെങ്കിലും സ്ക്വയർ ആണോ? അതെ, 13ന്റെ സ്ക്വയർ അല്ലേ. 3ന്റേത് 9, 3 × 1 അതിന്റെ ഡബിൾ 6, 1ന്റെ സ്ക്വയർ 100. സോ x+5 എന്താണ് 13 എന്ന് എഴുതാം. x+5 മാത്രം 13. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 8 എന്ന് കിട്ടും. കാരണം 8ഉം 5ഉം കൂടെ കൂട്ടിയാലേ 13 കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് രേണുക 8ഉം മറ്റേ ആൾക്ക് 18ഉം ആണെന്ന് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? തെറ്റിപ്പോകരുത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് എടുത്തിയാടി നമ്മൾ ചെയ്യരുത്. ഒരു വട്ടം ആൻസർ കിട്ടിയാലും ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ 144 കണ്ടുകൊണ്ടാണ് 12 എന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ 7ന്റെ കൂടെ 5ന്റെ കൂടെ 7 കൂട്ടിയാലേ 12 ആകുള്ളൂ. അങ്ങനെയായിരുന്നു എനിക്ക് 7 ആൻസർ കിട്ടിയത്. അതേസമയം 144ന്റെ കൂടെ ഒരു 5² കൂടെ ആഡ് ചെയ്യണം. അതായത് 169 കിട്ടണം. ശരിയല്ലേ? അത് മനസ്സിൽ വന്നാൽ 169 മനസ്സിൽ വന്നാൽ 13 ആണ് അതിന്റെ റൂട്ട്. ആ 8ന്റെ കൂടെ 5 ഈ 5 കൂട്ടിയാൽ എന്തിന്റെ കൂടെ 5 കൂട്ടിയാലാണ് 13 കിട്ടുന്നതെന്ന് നോക്കുക. സോ 8ന്റെ കൂടെ 5 കൂട്ടിയാൽ 13 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ആൻസർ പറയാം. ചെയ്ത് നോക്കാതെ ആൻസർ പറയുന്ന രീതിയാണ് കേട്ടോ. ചെയ്ത് നോക്കാതെ ആൻസർ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ഇച്ചിരി മാത്സ് സ്പീഡാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി ആൻസർ അറിയാം. പിന്നെ അതങ്ങ് എഴുതി വെക്കുന്ന ഒരു രീതിയിലേക്ക് അത്രയും സ്പീഡ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് പഠിക്കാം.